പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. കേരളത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഭാസ്കരൻ കാർണവർ കൊലക്കേസിലെ കൊലയാളി ഷെറിന് ജയിൽ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. നമ്മുടെ ഗവർണറായ വിശ്വനാഥ് അർലേക്കർ ഈ ഉത്തരവിൽ ഒപ്പ് ഇടുന്നതോടുകൂടി ഷെറിൻ ജയിൽ മോചിതനാകുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ട്. ഇത് നൽകുന്ന സൂചന എന്താണ്, ഇത് നൽകുന്ന പ്രവണത എന്താണെന്ന് കേരളത്തിൻ്റെ സമൂഹം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ വാർത്ത 24 വിശദീകരിക്കാൻ പോകുന്നത്. ഈ ഭാസ്കരൻ കാർണവറുടെ കൊലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നാൾ വഴികൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2009 നവംബർ മാസം 7-ാം തീയതിയാണ് ഭാസ്കർ കാർണവർ കൊല്ലപ്പെടുകയും 2010 ജൂൺ 10-ാം തീയതി ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഷെറിൻ എന്ന യുവതിയെയും കൂട്ടാളികളായ ഫാസിദ് അലി, നിതിൻ, ഷാനു എന്നീ 3 കുറ്റവാളികളെയും കോടതി ശിക്ഷിക്കപ്പെടുകയും അതിൽ ഷെറിന് 3 ജീവപര്യന്തവും മറ്റ് 2 ആളുകൾക്ക് 2 ജീവപര്യന്തം, ഇരട്ട ജീവപര്യന്തമാണ് കോടതി വിധിക്കുകയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏകദേശം 14 കൊല്ലത്തിലേക്ക് കടക്കുകയാണ് ഷെറിൻ. അപ്പോൾ ആ ഷെറിൻ്റെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഷെറിൻ്റെ മകൾക്ക് 19 വയസ്സ് പ്രായമായി, ഷെറിൻ്റെ മകളെ നോക്കുവാനായി മറ്റ് മാർഗങ്ങളൊന്നുമില്ല. ഷെറിൻ്റെ പ്രായത്തെയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ കേരള സർക്കാർ ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ടുള്ള ഒരു ജയിൽ മോചനത്തിന് വേണ്ടിയുള്ള ശുപാർശ നടത്തിയിരിക്കുകയാണ്. എന്തായാലും കേരളത്തിൻ്റെ ഗവർണർ ഇത് ഒപ്പിടുകയാണെങ്കിൽ ഷെറിൻ പുറത്തേക്ക് വരുന്ന കാര്യത്തിൽ സംശയമില്ല. ഇതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു നാൾ വഴി. അപ്പോൾ എന്താണ് ഷെറിനുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിനിടയായത്? കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവും KPCCയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായ ശ്രീ ജ്യോതികുമാർ ചാമക്കാല മനോരമയുടെ കൗണ്ടർ പോയിന്റിൽ ചില കാര്യങ്ങൾ പരാമർശിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷെറിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയിലെയും ആഭ്യന്തര വകുപ്പിലെയും ചില ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും ചില ഇടതുപക്ഷ പ്രവർത്തകരും ഇടപെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഷെറിന് മോചനം ലഭിച്ചത് എന്ന ഒരു വലിയ ആരോപണം ഉന്നയിച്ചു. അതുകൂടാതെ തന്നെ പത്തനാപുരത്തെ ഒരു നേതാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ വ്യക്തി ഈ ഷെറിന് പരോൾ അനുവദിക്കുന്ന കാലയളവിൽ പത്തനാപുരം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഒപ്പിടുന്ന കാര്യത്തിൽ വന്നു എന്നും ഇതിൽ നിന്നും ഇദ്ദേഹത്തിനും ഈ മന്ത്രിക്കും അതുപോലെ തന്നെ പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിക്കുമൊക്കെ ഈ ഷെറിനുമായി ബന്ധമുണ്ട് എന്നും അദ്ദേഹം പരസ്യമായി ചാനലിൽ പറയുകയും അത്തരത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എങ്കിൽ എനിക്കെതിരെ കേസെടുക്കാമെന്നാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല വളരെ വ്യക്തമായി കഴിഞ്ഞ ദിവസം കൗണ്ടർ പോയിന്റിലൂടെ വ്യക്തമാക്കി. പക്ഷേ 2-3 ദിവസമായാണെങ്കിലും അദ്ദേഹത്തിനെതിരെ ഒരു കേസെടുക്കുവാനോ അദ്ദേഹം പറഞ്ഞ വാക്കിനെ ചലഞ്ച് ചെയ്യുവാനോ ആരും കടന്നു വന്നില്ല. അദ്ദേഹം പേരെടുത്ത് തന്നെയാണ്, ചില ആളുകളുടെ പേരെടുത്ത് തന്നെയാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിനെതിരെ കേസെടുക്കുവാനോ അദ്ദേഹത്തിൻ്റെ ചലഞ്ചിനെ വെല്ലുവിളിക്കുവാനോ അദ്ദേഹത്തെ ചലഞ്ച് ഏറ്റെടുക്കുവാനോ ഒരാളും മുന്നോട്ട് വന്നില്ല എന്നത് നമ്മൾ കാണണം. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷെറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആരൊക്കെയോ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇത്തരം ആളുകളെ ഇങ്ങനെ തുറന്നു വിടുന്നത് എന്തു സൂചനയാണ് നൽകുന്നത് എന്ന് കേരള സമൂഹം വിലയിരുത്തട്ടെ. എന്തായാലും ആഭ്യന്തര വകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ശുപാർശ ഇതിനകത്തുണ്ട്. ഈ ഷെറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഷെറിൻ ആദ്യം അട്ടക്കുളങ്ങര ജയിലിലാണ് കഴിഞ്ഞിരുന്നത്. ഈ അട്ടക്കുളങ്ങര ജയിൽ കഴിയുന്ന സമയത്ത് ജയിലുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഉണ്ടാക്കുകയും ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ജയിലിലെ സ്വഭാവ നടപടികൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഷെറിനെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരാൾക്ക് ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നിരവധിയായ മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ 20, 25, 28 വർഷ കാലയളവ് നമ്മുടെ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടക്കമുള്ള ജയിലിൽ കഴിയുന്ന ആളുകളുണ്ട്. അവർക്കാർക്കും ഈ ഇളവുകൾ ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ കൂട്ടുപ്രതികളായ ഫാസിദ് അലിക്കും നിതിനും ഷാനുവിനും ഒക്കെ ഇരട്ട ജീവപര്യന്തമാണ്. അവരുടെ കാര്യത്തിലും സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വമില്ല, അല്ലെങ്കിൽ സർക്കാരിന് അത്തരത്തിലുള്ള ഒരു മുൻഗണനയുമില്ല. അതോടൊപ്പം തന്നെ ജയിൽ വകുപ്പും അതുപോലെ നിരവധിയായ ആളുകളും ശുപാർശ ചെയ്തിട്ടുണ്ട്. പല അസുഖബാധിതരായ നിരവധി ആളുകൾ ജയിൽ കിടപ്പുണ്ട്. അവർക്ക് ചികിത്സ ലഭിക്കാനും കൃത്യമായ രീതിയിൽ പരിചരണം ലഭിക്കാൻ ആവശ്യമായ നടപടികൾ ചെയ്യിക്കുന്നതിൻ്റെ ഭാഗമായി അവരെയൊക്കെ വെളിയിൽ വിടണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർക്കാർക്കും കിട്ടാത്ത ഒരു പരിഗണന എന്തുകൊണ്ട് ഷെറിന് ലഭിച്ചു എന്നത് ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അതിലാണ് ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ കാര്യത്തിൽ വളരെയധികം പ്രസക്തി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ട്, അത്തരത്തിൽ ആളുകളെ സഹായിച്ചിട്ടുണ്ട്, തർക്കവുമില്ല. ഈ ഭാസ്കരൻ കാർണവറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അന്നേ കാലത്ത് വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഈ ഭാസ്കരൻ കാർണവർ കൊല ചെയ്യാനിടയായ കാരണം അദ്ദേഹത്തിൻ്റെ ഇളയ മകനായ പീറ്റർ എന്ന വ്യക്തിക്ക് നമ്മുടെ സാധാരണ മനുഷ്യരെക്കാട്ടിൽ അല്ലെങ്കിൽ ചെറിയ ദൗർബല്യങ്ങളും ശാരീരിക അസ്വസ്ഥതകളും മാനസിക വെല്ലുവിളിയൊക്കെ നേരിടുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ്
ഈ ഭാസ്കരൻ കാരണവർ ഈ ഷെറിൻ എന്ന ഒരു വളരെ സാധാരണക്കാരായ ഒരു യുവതിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലൊരു കുട്ടി ഉണ്ടാകുകയും ആ കുട്ടി ഉണ്ടായപ്പോൾ ഈ മകൻ്റെയും കുട്ടിയുടെയും ഭാവിയെ ഓർത്ത് ഈ അദ്ദേഹം അമേരിക്കയിലെ വലിയ വ്യവസായിയായിരുന്നു, കോടിക്കണക്കിന് സ്വത്തിൻ്റെ ആസ്തിയുള്ള മനുഷ്യനായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വത്തുക്കളെല്ലാം മുഴുവനായി ഈ പറയുന്ന ഇവരുടെ 3 പേരുടെ പേര് രജിസ്റ്റർ ചെയ്യും. പിന്നീട് ഷെറിൻ്റെ സ്വഭാവത്തിൽ, ഷെറിൻ്റെ സാമ്പത്തിക ഇടപാടിലൊക്കെയും സൗഹൃദത്തിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വളരെയധികം അസ്വാഭാവികത തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭാസ്കരൻ കാരണവർ ഈ സ്വത്ത് തിരിച്ച് അദ്ദേഹത്തിലേക്ക് തന്നെ എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിൻ്റെ വൈരാഗ്യത്തിലാണ് ഈ പറയുന്ന ഈ ഷെറിൻ എന്ന യുവതി ഈ പറയുന്ന 3 കൂട്ടാളികളെ കൂട്ടിക്കൊണ്ട് ഭാസ്കരൻ കാരണവരെ കൊല്ലാൻ ഇടയായ ഒരു സാഹചര്യം. ഒരാൾക്ക് ജീവപര്യന്തം എന്ന് പറയുന്നത് നമ്മുടെ ഈ വിധിയുമായി ബന്ധപ്പെട്ട്, ഈ കേസിലെ വിധിയുമായി ബന്ധപ്പെട്ട് 3 ജീവപര്യന്തമാണ് ഷെറിന് കോടതി വിധിച്ചത്. അതിനകത്ത് പക്ഷേ മരണം വരെയുള്ള ജീവപര്യന്തം ഇല്ല എന്ന ഒരു ലൂപ്പ് ഹോളാണ് ഇപ്പോൾ ഇത് ഒരു ഉപാധിയായി ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഷെറിൻ്റെ വക്കീലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതൊരു അപൂർവങ്ങളായ ഒരു കേസ് തന്നെയാണെന്നാണ് കോടതി ഈ വിധിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഒരാൾ ഈ പറയുന്ന ശിക്ഷ ഇളവ് ലഭിക്കണമെങ്കിൽ നിരവധിയായ മാനദണ്ഡങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടന 423 വകുപ്പിൻ്റെ പ്രകാരമാണ് ഇത്തരത്തിലുള്ള ശിക്ഷ ഇളവുകൾ ലഭിക്കുന്നത്. ശിക്ഷ ഇളവുകൾ ലഭിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജയിലിൽ താമസിക്കുമ്പോൾ, ജയിലിൻ്റെ ശിക്ഷാ കാലയളവിൽ താമസിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ ജയിലിൻ്റെ എല്ലാ മര്യാദയും പാലിച്ച് നല്ല രീതിയിൽ ഉള്ള ഒരു പെരുമാറ്റ രീതിയൊക്കെ ജയിലിൽ ഉണ്ടാവണം. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഷെറിൻ്റെ റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള നല്ല നടത്തിപ്പൊന്നും നടത്തിയിട്ടില്ല. ഷെറിന് ജയിലുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അട്ടക്കുളങ്ങരയിൽ അദ്ദേഹം ആ സ്ത്രീയെ കണ്ണൂർ ജയിലിലേക്ക് മാറ്റാനിടയായ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ യാതൊരു വിധമായ മാനദണ്ഡങ്ങൾ ഇവിടെ പാലിക്കാതെ രാഷ്ട്രീയമായ ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയും രാഷ്ട്രീയപരമായ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഷെറിന് ഇപ്പോൾ ഈ ഇളവ് ലഭിക്കുന്നത്. ഇത് തീർത്തും പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇത്തരം കൊലയാളികളെ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിലേക്ക് വിടുന്നതുമ്പോൾ നമ്മൾ നൽകുന്ന മെസ്സേജ്, അല്ലെങ്കിൽ സർക്കാർ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് മനസ്സിലാക്കണം. സർക്കാർ പറയുന്നത് 19 വയസ്സുള്ള, ഇതിനെ ന്യായീകരിക്കുന്ന കുറേ ആളുണ്ട്. 19 വയസ്സ് ഉള്ള ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ നോക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ്, അവർക്ക് ആരുമില്ലാത്തത് കൊണ്ടാണ് വിടുന്നത്. നമ്മൾ ആലോചിക്കണം, ഈ ഷെറിൻ എന്ന വ്യക്തി ഈ കാരണവരെ കൊല്ലുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോഴും അവൾക്കൊരു മകളുണ്ടായിരുന്നു. അവളുടെ മകളെ ഓർത്ത് അവൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. സാമ്പത്തികം ഉണ്ടായിരുന്നു, എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ പണത്തോടുള്ള അത്യാഗ്രഹം കാരണമാണ്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വഴിവിട്ടുള്ള ബന്ധങ്ങൾക്ക് കാരണം തന്നെയാണ് ആ ഭാസ്കരൻ കാരണമെന്ന് വന്ന ആ മനുഷ്യനെ വളരെ മോശമായ രീതിയിൽ, വളരെ മൃഗീയമായ രീതിയിൽ കൊല്ലാനിടയായ സാഹചര്യം. ഇത്തരം ആളുകളെ നമ്മൾ സമൂഹത്തിലേക്ക് വീണ്ടും ഇറക്കി വിടുമ്പോൾ സമൂഹത്തിന് സർക്കാർ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് തീർച്ചയായും പരിശോധിക്കേണ്ട ഒരു സമയം തന്നെയാണ്. നിരവധിയായ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ചെന്താമരയെ പോലെയുള്ള ഒരു കൊടും ക്രിമിനലിനെ കഴിഞ്ഞ ദിവസം പോലീസ് ഇങ്ങനെ പരോളിന് ഇറക്കിയിട്ട് ഒരു കുടുംബത്തിലെ 2 പേരെ കൊല്ലുന്ന അവസ്ഥ, ആ 2 കുട്ടികൾ ഇപ്പോൾ അനാഥമാകുന്ന ഒരു അവസ്ഥയുണ്ട്. അത്തരത്തിൽ ഇനിയും ഷെറിനെ പോലെയുള്ള ആളുകൾ ഇനിയും സമൂഹത്തിൽ ഇറങ്ങിവന്ന് എന്തൊക്കെ വൃത്തികളിൽ കാണിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും കേരളത്തിൻ്റെ ഗവർണർ വിശ്വനാഥ് അർലേക്കർ ഈ വിഷയത്തിൽ എന്ത് സ്വീകരിക്കുമെന്ന് നമുക്കറിയാൻ സാധിച്ചില്ല. എന്തായാലും അദ്ദേഹം ഇതിനനുകൂലമായ ഒരു ഉത്തരവ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഇത്തരം കീഴ്വഴക്കങ്ങൾ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് നടത്തുന്നത് ആരായാലും അത് ശരിയായ ഒരു പ്രവണതയല്ല. കേരള സമൂഹത്തിൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുള്ള ഉണ്ടായിട്ടുള്ള നിർഭാഗ്യകരമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.